ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന 186 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സജീവ ഹിന്ദു ക്ഷേത്ര സമുച്ചയം. അതാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രം. വെറും ഒരു ക്ഷേത്രമല്ല കേട്ടോ ഇത്. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു മഹാ അത്ഭുതമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം വിസ്മയിപ്പിക്കുന്ന ഒട്ടനവധി രഹസ്യങ്ങൾ ഈ മതിൽക്കെട്ടുകൾക്കുള്ളിലുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പൂജിച്ചിരുന്ന വിഷ്ണു വിഗ്രഹം വിഭീഷണൻ സമ്മാനമായി നൽകി. ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വിഗ്രഹം താഴെ വെക്കരുതെന്നായിരുന്നു നിബന്ധന. എന്നാൽ ഇവിടെ കാവേരി തീരത്തെത്തിയപ്പോൾ വിഭീഷണൻ വിഗ്രഹം താഴെ വെക്കുകയും പിന്നീട് അതവിടെ ഉറച്ചു പോവുകയും ചെയ്തു എന്നാണ് കേട്ടോ ഐതിഹ്യം. ലങ്കയിലേക്ക് പോകാൻ സാധിക്കാത്തതിനാൽ ഭഗവാൻ തെക്കോട്ട്, അതായത് വിഭീഷണന്റെ ലങ്കയിലേക്ക് നോക്കി അനന്തശയനത്തിൽ ഇവിടെ പള്ളി കൊള്ളുന്നു. 7 മതിൽക്കെട്ടുകൾക്കുള്ളിലായാണ് ഈ ക്ഷേത്ര നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഗോപുരങ്ങളാണ്. മൊത്തം 21 ഗോപുരങ്ങൾ. അതിൽ രാജഗോപുരം എന്ന് വിളിക്കപ്പെടുന്ന പ്രധാന ഗോപുരം ഏകദേശം 236 അടി ഉയരമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഗോപുരങ്ങളിൽ ഒന്നാണിത്. ഓരോ തൂണിലും കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾ ഒരു നിഗൂഢമായ കഥ പറയുന്നത് പോലെ തോന്നാം. അനന്തന്റെ പുറത്ത് യോഗനിദ്രയിലാണ്ട ഭഗവാൻ രംഗനാഥൻ ഇവിടെ ദർശനം നടത്തുന്നത് സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോകുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനുള്ളിലെ 1000 കാൽ മണ്ഡപവും അവിടെയുള്ള ശില്പകലയും കണ്ടു തീർക്കാൻ ഒരു ദിവസം പോലും തികയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മുടെ സംസ്കാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇത്രയും വലിയൊരു നിധി കാണാതെ പോകരുത് കേട്ടോ. തിരുച്ചിറപ്പള്ളിയിലെത്തിയാൽ ശ്രീരംഗ ദർശനം നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേക ശാന്തി നൽകും, അത് തീർച്ചയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഒരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ഭഗവാൻ ശ്രീരംഗനാഥ സ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാ ഭക്തർക്കും ഈ തിരുസന്നിധിയിലെത്താനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ. ജയ് ശ്രീരംഗനാഥ സ്വാമി.